പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ, വളരെയധികം ഭീകരമായിട്ടുള്ള രീതിയിൽ പത്തി വിടർത്തി കാണുകയാണെങ്കിൽ അത് ശത്രുവർദ്ധനവാണ് അതിൻ്റെ ഫലം. ശത്രുക്കൾ ധാരാളം വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. എന്നാൽ രണ്ട് പാമ്പുകൾ ഉണ്ടെങ്കിൽ, ഒന്നിലധികം പാമ്പുകൾ അപ്രകാരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐശ്വര്യമായിട്ടാണ് പൊതുവെ പ്രധാനമായിട്ടും പറയുക. പിന്നെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളും ഉണ്ട്. പാമ്പ് നമ്മളെ വരിഞ്ഞു മുറുക്കുന്നതായിട്ടോ കാലിൽ ചുറ്റി പിടിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ വലിയൊരു പാമ്പ്, പെരുമ്പാമ്പ് നമ്മളെ വിഴുങ്ങാൻ തയ്യാറെടുക്കുന്നത് പോലെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ള സ്വപ്നമാണ് കാണുന്നതെങ്കിൽ എന്തോ വലിയൊരു കഷ്ടപ്പാട് വരുവാനായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ധനനഷ്ടവും അല്ലെങ്കിൽ കടക്കെണികളോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള അപകടങ്ങളോ അങ്ങനെ എന്തോ ഒരു ദുസ്സൂചന നമ്മുടെ ഭാവി ജീവിതത്തിൽ വരുവാനുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ ആറാം ഇന്ദ്രിയം നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പാമ്പിനെ ഓടിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ, വീട്ടിൽ നിന്നോ സ്ഥലത്ത് നിന്നോ മറ്റു സ്ഥലത്ത് നിന്നോ അതിനെ തുരത്തുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതും ധനനഷ്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ധനനഷ്ടവും വിഷമവും വന്നു ചേരും എന്നുള്ളതാണ് പറയാം. പിന്നെ ധാരാളം പാമ്പുകളാൽ നമ്മൾ ചുറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിലും അതും ദോഷമാണ്. പാമ്പുകളുള്ള ഒരു സ്ഥലത്തിലോ അല്ലെങ്കിൽ പാമ്പുകളുടെ മാളത്തിലോ കുഴിയിലോ അല്ലെങ്കിൽ നമ്മൾ വീണ് കിടക്കുന്നതായിട്ട് കാണുകയാണ്, നമ്മുടെ ചുറ്റും ധാരാളം പാമ്പുകളായിട്ട് വന്ന് നിൽക്കുകയാണ്, അപ്പോഴും ദോഷഫലമാണ്. നമ്മുടെ പൊസിഷനിലോ ജോലിയിലോ തകർച്ചകളോ, ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ തകർച്ചകളോ മറ്റോ വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇത്തരത്തിലുള്ള സ്വപ്നം കാണുന്നതിൻ്റെ ഫലമായിട്ട് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ദോഷകരമായിട്ടുള്ള സ്വപ്നമാണ് കണ്ടതെങ്കിൽ ഭയക്കാതെ അതിന് വേണ്ടതായിരിക്കുന്ന പ്രതിവിധികൾ ചെയ്യുന്നതാകും കൂടുതൽ നല്ലത്. ഒരു ഉത്തമനായ ഒരു ജ്യോതിഷനെ സമീപിച്ച് ഈ സംശയ ദൂരീകരണം നടത്തിയതിന് ശേഷം വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ജാതകപ്രകാരം അവരവരുടെ സമയം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുവേ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ശിവക്ഷേത്രത്തിലുള്ള സർപ്പത്തിൻ്റെ അവിടെ 100 പാലും വഴിപാടും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒപ്പം ശിവക്ഷേത്രത്തിൽ ആയുസ്സൂക്ത പുഷ്പാഞ്ജലിയും ഇളനീർ ധാരയും പിൻവിളക്കും വഴിപാട് നടത്തുന്നതും ഈ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നാണ് പറയുക. ഇപ്രകാരം ദുസ്വപ്നം കണ്ട് ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയാണെങ്കിൽ നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഫലവത്താണ്. നന്ദി, നമസ്കാരം.